ലോ അക്കാദമി പ്രശ്നത്തിൽ എഡിഎമ്മിന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തുന്നു. സമരക്കാരും മാനേജ്മെന്റും ചർച്ചയിൽ പങ്കെടുക്കുന്ന വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുന്നുണ്ട്. ജിതിൻ, വിശദാംശങ്ങൾ. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ, SFI ഒഴികെയുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ സമരവുമായി മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് എഡിഎമ്മിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നത്. ലോ അക്കാദമിയുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങളിൽ തീരുമാനമാകണം എന്നതാണ് സമരക്കാരുടെ ആവശ്യം. ജിതിൻ ചന്ദ്രൻ ചേർന്നുണ്ട് വിവരങ്ങളുമായി. ജിതിൻ, വിശദാംശങ്ങളിലേക്ക്. ജിതിൻ, വിവരങ്ങൾ. സൗമ്യ, 4:30 തന്നെ യോഗം ആരംഭിക്കും. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ADM ജോൺ സാമുവലാണ് വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായും മാനേജ്മെന്റ് പ്രതിനിധികളുമായും ചർച്ച നടത്തുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സമരവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കുക എന്നതാണ് സമരത്തിന്റെ ഈ ചർച്ചയുടെ ഉദ്ദേശമെന്നാണ് ADM ഔദ്യോഗികമായി നമ്മെ അറിയിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ BJP മാർച്ചിലൊക്കെ വലിയ അക്രമങ്ങളും മറ്റും നടന്ന സാഹചര്യത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ അത് മുൻനിർത്തിയാണ് യോഗമെന്നാണ് ADM ഔദ്യോഗികമായി വിശദീകരിക്കുന്നത്. അതേസമയം തന്നെ സമരം തീർക്കുന്ന രീതിയിലേക്കുള്ള ചർച്ചകളും ഈ യോഗത്തിൽ നടക്കും എന്നത് ഉറപ്പാണ്. വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾക്ക് ഒരുപക്ഷെ നേരത്തെ മാനേജ്മെന്റ് SFI നേതാക്കൾക്ക് എഴുതി നൽകിയ ഉറപ്പുകൾ വീണ്ടും നൽകാനുള്ള, ADMന്റെ സാന്നിധ്യത്തിൽ വീണ്ടും ആ ഉറപ്പുകൾ എഴുതി നൽകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആ സാഹചര്യത്തിൽ വീണ്ടും സമരം അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് നീളാനുള്ള ഒരു തീരുമാനത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. അതേസമയം തന്നെ ABVP അടക്കമുള്ള സംഘടനകൾ ഇന്ന് ലക്ഷ്മി നായർ രാജിവെച്ചാലേ സമരത്തിൽ നിന്ന് പിന്നോട്ടുള്ളൂ എന്ന് ഇന്ന് വീണ്ടും വ്യക്തമാക്കുകയുണ്ടായി. പ്രത്യേകിച്ച് രാവിലെ ലക്ഷ്മി നായർ രാജിക്കില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് അവർ അങ്ങനെ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ഇന്ന് കോൺഗ്രസ് നേതാവ് KM മുരളീധരൻ കൂടെ സമരരംഗത്തേക്ക് എത്തിയ സാഹചര്യവുമുണ്ട്. BJP നേതാവ് VV അക്കാദമിക്ക് മുന്നിൽ സമരം തുടരുന്നുണ്ട്. ഈ സാഹചര്യത്തിലൊക്കെയാണ് ADMന്റെ അധ്യക്ഷതയിൽ, ADMന്റെ സാന്നിധ്യത്തിൽ ഇന്ന് ഇക്കാര്യത്തിൽ മാനേജ്മെന്റ് പ്രതിനിധികളും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി മധ്യസ്ഥ ചർച്ച നടക്കുന്നത്. ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.